ഒന്ന് ദിനവൃത്താന്തം അധ്യായം 2 യൂദായുടെ സന്തതികൾ 1 മുതൽ 24 വരെ വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ശൂവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമുൽ, സേറഹിന്, സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഹാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രോൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലൂബായ്. റാം അമിനാദാബിൻ്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിൻ്റെ നേതാവായ നഹ്ശോൻ്റെയും പിതാവാണ്. നഹ്ശോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും, ബോവാസ് ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നദനേൽ, റദ്ദായ്, ഓസം, ദാവീദ്. സെറിയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറിയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിനായ യാഥറായിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രോൻ്റെ മകനായ കാലബിന് ഭാര്യയായ അസുബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസുബായുടെ മരണത്തിനു ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഉറിയുടെയും ഉറി ബെസാലേലിൻ്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിൻ്റെ പിതാവായ മാഖിറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കേനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ. ഗശൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഖിറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോൻ്റെ മരണത്തിനു ശേഷം കാലബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് അഷ്ഹൂർ ജനിച്ചു. അഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്.